നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ തിരുവെഴുത്തും ഉപദേശത്തിനും ശാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് 2 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകയാൽ ഈ പ്രഭാതത്തിലും നിങ്ങളുമായി ഒരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തിൻ്റെ സത്യം പങ്കിടുവാൻ ലഭിക്കപ്പെട്ട മനോഹര സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന, എനിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ചാണ് വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ലേഖനങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. കേവലം യാക്കോബിൻ്റെ ലേഖനം മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം ഉൾപ്പെടെ യാക്കോബും യോഹന്നാനും പത്രോസും യൂദയും ഒക്കെ എഴുതിയ ലേഖനത്തിൻ്റെ ആധികാരികത, ആ ലേഖനങ്ങൾ എന്തിനാണ് നമുക്ക് തന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ കഴിഞ്ഞ പ്രഭാതത്തിൽ പറഞ്ഞത്, അതായത് ശനിയാഴ്ച പ്രഭാതത്തിൽ പറഞ്ഞത് സഭയെ പഠിപ്പിക്കുവാൻ എന്നുള്ളതാണ്. രണ്ടാമത് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് സഭയിലെ പ്രശ്നങ്ങൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആദിമസഭ ഉൾപ്പെടെ പെർഫെക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ പോലെ തന്നെ വഴക്കും പാപം തെറ്റായ ഉപദേശം എല്ലാം അന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ ലേഖനത്തിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് കൊരിന്ത്യ ലേഖനം പൗലോസ് എഴുതുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് അവിടുത്തെ വേർതിരിവാണ്, അല്ലെങ്കിൽ ചേരിതിരിവാണ്, വഴക്ക്, അതുപോലെ തന്നെ വ്യഭിചാരം എന്ന് പറയുന്ന സമ്പ്രദായം ആ സ്ഥലത്തും സഭയിലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് മൂന്നാമതായിട്ട് കർത്തൃമേശയിൽ വന്ന പിശക് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് 1 കൊരിന്ത്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇനി ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ എന്താണ് പ്രതിപാദിച്ചിരുന്നത്? ഗലാത്യ ലേഖനത്തിൽ നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കൂട്ടം ജനതയെ നമുക്ക് ഈ ഗലാത്യ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളും ന്യായപ്രമാണത്തിൻ്റെ അനുഷ്ഠാനങ്ങളും പൗരോഹിത്യ ചിന്താഗതികളും എന്നു വേണ്ട ഇടകലർന്ന ഒരു ജീവിത ശൈലിയിലേക്ക് ഗലാത്യ സഭ മാറിപ്പോകുന്നു. അതുകൊണ്ട് ഗലാത്യ സഭയ്ക്ക് താക്കീത് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് 1-2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരാം. അവിടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, അതായത് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എങ്കിലും അവിടെ ആ ആശയക്കുഴപ്പത്തെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് പൗലോസ് രംഗത്തെത്തുകയാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം പൗലോസിൻ്റെ കരുത്തുറ്റ കരാങ്കുലികളാൽ വിരചിതമാകുവാൻ ഇടയായിത്തീർന്നത്. ഇനി ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വന്നാൽ സ്ത്രീകൾ തമ്മിലുള്ള ഒരു വഴക്ക് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 4:2 നമുക്കത് ശ്രദ്ധിക്കുവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങൾ ദൈവസഭയ്ക്കകത്ത് നടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനിത് ചില ലേഖനങ്ങളുടെ മാത്രം പറഞ്ഞുവെന്നേ ഉള്ളൂ. ബാക്കിയുള്ള ലേഖനങ്ങളിലും ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ലേഖനങ്ങളും ദൈവസഭയ്ക്ക് സമ്മാനിച്ചത് സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ടാണ്.
അത് വലിച്ചു നീട്ടി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവരുവാനല്ല, മറിച്ച് ദൈവസഭയിലെ പ്രശ്നങ്ങൾ അത് അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോ തീർക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാരണവശാലും ദൈവസഭയിലെ ഒരു പ്രശ്നങ്ങളും പുറം ലോകം അറിയുവാൻ പാടുള്ളതല്ല. എന്നാൽ ദുഃഖത്തോടെ പറയട്ടെ, ഇന്ന് ദൈവസഭയിലെ ആർക്കെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ ദൈവസഭയിലെ ആൾക്കാർ തന്നെ അതിനെ പരസ്യകോലമാക്കുന്ന ഒരു തരത്തിലേക്ക്, ഒരു സമീപനത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ദൈവസഭയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കർത്താവാണ്. പരിശുദ്ധാത്മാവാണ് നിൻ്റെ കാര്യസ്ഥൻ. അതുകൊണ്ട് ദൈവസഭയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. കാരണം തൻ്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ടതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആ ദൈവസഭയ്ക്കകത്ത് ഇന്ന് ആർക്കും അഴിഞ്ഞാടുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. എന്നാൽ അതിനെ ചവിട്ടിക്കളയത്തക്ക നിലയിൽ അതിൻ്റെ വേലിയെ പൊളിച്ചു കളഞ്ഞിട്ട് ഇന്ന് ഭൗതികമായ ലോകം ഈ ദൈവസഭയിലേക്ക് കടന്നിട്ട് ദൈവസഭയുടെ ആത്മീയ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഇന്ന് ധർമാധിഷ്ഠിതമായിട്ടുള്ള വളരെ ഖേദകരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് അന്നും ഇന്നും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ പ്രിയരെ, നമുക്കുണരാം, പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ദൈവസഭയോർത്ത് ഏങ്ങലടിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.